ഹലോ, എല്ലാവർക്കും അദീനാസ് വോയിസിലേക്ക് സ്വാഗതം. എക്കണോമിക്സ് UG PG ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ എല്ലാവരും അല്ല, കുറച്ച് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിരിക്കും ഇക്കണോമെട്രിക്സ്. അങ്ങനെയുള്ള കുട്ടികൾ യാതൊരു ടെൻഷനും അടിക്കേണ്ട, ഇക്കണോമെട്രിക്സ് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എക്കണോമെട്രിക്സ്, മെത്തഡോളജി എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് എക്കണോമെട്രിക്സ്? ഈ എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന വേർഡ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് 2 വേർഡ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. അത് ഏതൊക്കെ വേർഡ്സാണ്? ടേം എക്കണോമിക്സ് ആൻഡ് മെട്രിക്സ്. എക്കണോമിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എക്കണോമിക് തിയറീസ് ആയിരിക്കും. ബട്ട് എക്കണോമെട്രിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു എക്കണോമിക് മെഷർമെൻ്റ് ആയിരിക്കും. കൂടുതലും നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫോമിലൂടെ ആയിരിക്കും കടന്നു പോവുക. ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേരുന്നതാണ് ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. ഇക്കണോമിക് തിയറീസുകൾ, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു അമാൽഗമാണ് ഇക്കണോമെട്രിക്സ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ എക്കണോമെട്രിക് മെത്തഡോളജിയാണ്. ഒന്നാമത്തെ മെത്തഡോളജിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് തിയറി ഓർ ഹൈപ്പോത്തീസിസ്. ആദ്യം നമ്മളൊരു തിയറി അല്ലെങ്കിൽ ഹൈപ്പോത്തീസിസ് എടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കെയ്ൻസ് ഫണ്ടമെൻ്റൽ സൈക്കോളജിക്കൽ ലോ. കെയ്നീഷ്യൻ തിയറിയിൽ പറയുന്നത് എന്താണ്? ഇൻകം കൂടുവാണെങ്കിൽ കൺസംഷനും കൂടും. ഒരു വ്യക്തിയുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷനും കൂടും. ഈ തിയറിയുടെ മെയിൻ അസംഷനാണ് MPC ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 1. MPC എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ. എന്ന് വെച്ചാൽ എക്സ്ട്രാ ഇൻകം കൂടുന്നതിനനുസരിച്ച് എക്സ്ട്രാ കൺസംഷൻ ഉണ്ടാകുന്നതിന് MPC എന്ന് പറയാം. അത് 0-നേക്കാളും വലുതുമാവണം, 1-നേക്കാൾ ചെറുതുമാവണം. രണ്ടാമത്തേതാണ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ദ തിയറി. ഈ മെത്തഡോളജിയിൽ ചെയ്യുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന തിയറിയെ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റാണ്. കെയ്നീഷ്യൻ ഫംഗ്ഷൻ ഏതാണ്? C = A + BY. C means consumption, A autonomous consumption, B MPC, Y income. ഈ കെയ്നീഷ്യൻ ഫംഗ്ഷനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് മാറ്റാണ്. Y = β1 + β2 x. കെയ്നീഷ്യൻ മോഡലിൽ C എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൺസംഷൻ ആണെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ Y എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൺസംഷനാണ്. കെയ്നീഷ്യൻ ഫംഗ്ഷനിൽ Y എന്നുള്ളത് ഇൻകം ആണെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ X എന്നുള്ളത് ഇൻകം ആണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഏതാ? Y = β1 + β2 x. അതിൽ Y ഡിപ്പെൻഡൻറ്റും X ഇൻഡിപെൻഡൻറ്റും ആണ്. കാരണം X എന്ന് പറയുന്ന ഇൻകത്തിനനുസരിച്ചായിരിക്കും Y എന്ന് പറയുന്ന കൺസംഷനിൽ മാറ്റം ഉണ്ടാവുക. β1 β2 എന്നുള്ളത് 2 പാരാമീറ്റേഴ്സാണ്. ഡയഗ്രാം തന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. β1 വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും β2 സ്ലോപ്പ് ഓഫ് MPCയുമാണ്. X ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആണ്. മൂന്നാമത്തെ മെത്തഡോളജിയാണ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ എക്കണോമെട്രിക് മോഡൽ ഓഫ് ദ കൺസംഷൻ. ഇതിൽ പറയുന്നത് കൺസംഷനെ വരുമാനം മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതർ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് കുടുംബത്തിലെ ആളുകളുടെ എണ്ണം, ഏജ് ഓഫ് ദ പേഴ്സൺ, ആ കുടുംബത്തിൻ്റെ റിലീജിയൻ, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്നിവയെല്ലാം കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത്തരം ഫാക്ടേഴ്സുകളെല്ലാം നമ്മൾ U എന്ന് പറയുന്നൊരു ടേമിലേക്കായിരിക്കും അപ്ലൈ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഫോമിനെ Y = β1 + β2 x + U എന്ന് പറയാം. U എന്ന ടേമിന് അറിയപ്പെടുന്നത് ഡിസ്റ്റർബൻസ് ടേം എന്നും എറർ ടേം എന്നും റാൻഡം വേരിയബിൾ എന്നും സ്റ്റൊക്കാസ്റ്റിക് വേരിയബിൾ എന്നുമാണ്. ഡയഗ്രാം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നേരത്തെ മെൻഷൻ ചെയ്ത ഡയഗ്രത്തിൽ എന്താണ് ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ആ ഡോട്ട് കാണപ്പെടുന്നത് Uവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. നാലാമത്തെ മെത്തഡോളജിയാണ് ഒബ്റ്റെയിനിങ് ഡേറ്റ. ഒബ്റ്റെയിനിങ് ഡേറ്റ എന്ന് പറഞ്ഞാൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള β1നും β2നും വാല്യൂസ്, അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ സെർച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പല ടൈപ്സ് ഓഫ് രീതിയിലാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഒന്നാമത്തേത് ക്രോസ് സെക്ഷണൽ ഡേറ്റ. ക്രോസ് സെക്ഷണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പോയിൻ്റ് ഓഫ് ടൈമിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെ ക്രോസ് സെക്ഷണൽ ഡേറ്റ എന്ന് പറയാം. ടൈം സീരീസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈമിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നു.
പൂൾഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഡേറ്റയുടെയും ടൈം സീരീസ് ഡേറ്റയുടെയും ഒരു കോമ്പിനേഷനാണ്. ഇതിൽ ഏത് ഡേറ്റ യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് എക്കണോമെട്രീഷ്യൻ ആയിരിക്കും. 5ാമത്തെ മെത്തേഡാണ് എസ്റ്റിമേഷൻ ഓഫ് എക്കണോമെട്രിക് മോഡൽ. എക്കണോമെട്രിക് മോഡലിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ്. 6ാമത്തെ മെത്തഡോളജിയാണ് ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ്. കെയ്ൻസിൻ്റെ ഫണ്ടമെൻ്റൽ സൈക്കോളജിക്കൽ ലോയുടെ മെയിൻ അസംഷൻസ് എന്തായിരുന്നു? ഇൻകം കൂടുമ്പോൾ കൺസംഷനും കൂടും, ബട്ട് അത് പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല. അപ്പോൾ ഈ ഹൈപ്പോത്തീസിസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്യൂട്ടബിൾ ക്രൈറ്റീരിയ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് സാമ്പിൾ എവിഡൻസുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇക്കണോമിക് തിയറിയുടെ കൺഫർമേഷൻ നടത്തും. 7ാമത്തെ മെത്തഡോളജിയാണ് ഫോർകാസ്റ്റിംഗ് ഓർ പ്രഡിക്ഷൻ. ഇതിൽ പറയുന്നത് തിയറിയെ ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഹൈപ്പോത്തീസിസ് വാല്യൂ ട്രൂ ആണ് എങ്കിൽ നമുക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാം? എക്സിൻ്റെയും വൈയുടെയും ഫ്യൂച്ചർ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഫൈനൽ മെത്തഡോളജിയാണ് യൂസ് ഓഫ് മോഡൽ ഫോർ കൺട്രോൾ ഓർ പോളിസി പർപ്പസസ്. ഇതിൽ പറയുന്നത് ഫോർകാസ്റ്റിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം നമ്മുടെ ആ തിയറിയെ നമുക്ക് പോളിസി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ഹാരോഡോമർ മോഡൽ അപ്ലൈ ചെയ്തത് ഇതിനൊരു എക്സാമ്പിളാണ്. നമ്മൾ ഇന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ് എക്കണോമെട്രിക്സ്, അതിൻ്റെ ട്രഡീഷണൽ മെത്തഡോളജിയെക്കുറിച്ചാണ്. വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.